ഒരിക്കലും മറക്കാനാകാത്ത ഒരു പിടി സിനിമകളുണ്ട്. ആ ലിസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് കിലുക്കം. മോഹൻലാൽ, ജഗതി ശ്രീകുമാർ, രേവതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ സൂപ്പർ ഹിറ്റ് ചിത്രം ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ്. ഈ സിനിമയിലെ ഓരോ രംഗങ്ങളും ഡയലോഗുകളും കഥാപാത്രങ്ങളും മലയാളികൾക്ക് മനഃപ്പാഠമാണ്. എന്നാൽ ഈ ചിരിപ്പിക്കുന്ന സിനിമയുടെ പിന്നിൽ ചില അവിശ്വസനീയമായ കഥകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ചിത്രത്തിന്റെ 30ാം വാർഷിക ദിനത്തിൽ സംവിധായകൻ പ്രിയദർശനും നടൻ നന്ദുവും വെളിപ്പെടുത്തിയ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും വലിയ ചർച്ചയാകുന്നത്. കിലുക്കത്തിലെ ചിരിയുടെ രാജാവെന്ന് നിസ്സംശയം പറയാവുന്ന നടൻ ജഗതി ശ്രീകുമാറിന്റെ അർപ്പണബോധത്തെക്കുറിച്ച് പ്രിയദർശൻ പറഞ്ഞ വാക്കുകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കിലുക്കത്തിലെ ഒരു പ്രധാന രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് സംഭവം. രേവതിയുടെ കഥാപാത്രമായ നന്ദിനി ജഗതിയുടെ കഥാപാത്രമായ നിശ്ചലിനെ വഴക്കുകൂടി കല്ലെറിയുന്ന ഒരു രംഗമുണ്ട്. ഈ രംഗം ചിത്രീകരിക്കുമ്പോൾ ജഗതിയുടെ തൊട്ടടുത്ത് ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. രേവതി കല്ലെറിഞ്ഞപ്പോൾ അത് ജഗതിയുടെ പിന്നിലുള്ള കണ്ണാടിയിൽ തട്ടുകയും കണ്ണാടി പൊട്ടിത്തെറിച്ച് ചില്ലുകൾ ജഗതിയുടെ ശരീരത്തിൽ കുത്തിക്കയറുകയും ചെയ്തു. എന്നാൽ ആ വേദനയിലും ജഗതി ഒരക്ഷരം മിണ്ടിയില്ല. ടേക്ക് തീരുന്നത് വരെ ആ വേദന കടിച്ചമർത്തി ഒരു ഭാവവ്യത്യാസവുമില്ലാതെ തന്റെ രംഗം മനോഹരമായി പൂർത്തിയാക്കി. ശരീരത്തിൽ നിന്ന് രക്തം വരാൻ തുടങ്ങിയിരുന്നു. സിനിമയോടുള്ള ജഗതിയുടെ അർപ്പണബോധം എത്രത്തോളമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നുവെന്നാണ് പ്രിയദർശൻ പറയുന്നത്. കിലുക്കത്തിന്റെ വിജയത്തിൽ മോഹൻലാലും ജഗതിയും തമ്മിലുള്ള കെമിസ്ട്രിയും നിർണായകമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കിലുക്കം സിനിമയുടെ ചിത്രീകരണത്തിനിടെ മോഹൻലാൽ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ കുറിച്ചും പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് കൂടുതൽ വ്യക്തത നൽകിക്കൊണ്ട് നടൻ നന്ദു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ആ നിമിഷങ്ങളെ നന്ദു ദൈവത്തെ കണ്ട നിമിഷമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഊട്ടിപ്പട്ടണം എന്ന ഹിറ്റ് ഗാനത്തിലെ ട്രെയിനിന് മുകളിൽ മോഹൻലാൽ നൃത്തം ചെയ്യുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് സംഭവം. ലാലേട്ടനും ജഗതി ചേട്ടനും ട്രെയിനിന് മുകളിലാണ്. പ്രിയൻ ചേട്ടനും ക്യാമറ സംഘത്തിനോടൊപ്പം താനുമുണ്ട്. ട്രെയിൻ സാമാന്യം നല്ല വേഗതയിലാണ്. ഒരു വളവ് തിരിഞ്ഞ് ട്രെയിൻ വരുന്നതും ഞങ്ങൾ ഒരു അലർച്ച കേട്ടു. ലാലെ കുനിഞ്ഞോ എന്ന് ജഗതി ചേട്ടൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്. നന്ദുവിന്റെ വാക്കുകൾക്ക് ആകാംക്ഷയുടെ മുനയുണ്ടായിരുന്നു. അടുത്ത നിമിഷം ഞങ്ങൾ കാണുന്നത് ലാലേട്ടനും ജഗതി ചേട്ടനും ട്രെയിനിൽ കമിഴ്ന്നു കിടക്കുന്നതാണ്. എന്താണ് സംഭവിച്ചത്? പാളത്തിന് കുറുകെ ഒരു വലിയ കമ്പി വലിച്ചു കെട്ടിയിരുന്നു. ട്രെയിനിന്റെ വേഗതയിൽ അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാൽ മിന്നൽ വേഗത്തിൽ ആ അപകടം ജഗതി ശ്രീകുമാറിന്റെ കണ്ണിൽപ്പെട്ടു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ജഗതി ലാലേട്ടനെ കുനിയാൻ വിളിച്ചു പറയുകയും ഇരുവരും കമിഴ്ന്നു കിടക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ജഗതി ചേട്ടൻ അത് കാണുകയും വിളിച്ചു പറയുകയും ചെയ്തതുകൊണ്ട് മാത്രം ഇപ്പോഴും ലാലേട്ടൻ നമുക്കിടയിൽ ഉണ്ട് എന്നും നന്ദുവിന്റെ ഈ വാക്കുകൾ ജഗതി എന്ന നടന്റെ നിരീക്ഷണ ശക്തിയും സ്നേഹബന്ധവും കൃത്യമായ സമയത്തെടുത്ത തീരുമാനത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ്. ചിരി പടർത്തി 300ഓളം ദിവസം ഓടിയ മലയാളത്തിലെ ഈ സൂപ്പർ ഹിറ്റ് ചിത്രം ഇന്നസെന്റ്, തിലകൻ എന്നിവരുടെ മികച്ച പ്രകടനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു.
കിലുക്കം വെറും ഒരു സിനിമയായിരുന്നില്ല, അത് മലയാളികളുടെ ഹൃദയത്തിൽ ചിരിയും അതിലേറെ ഓർമ്മകളും നൽകി കടന്നുപോയ ഒരു സിനിമ അനുഭവമാണ്. ഈ വെളിപ്പെടുത്തലുകൾ കിലുക്കം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇഷ്ടം ഒരു പടി കൂടി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്.